യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. വേദപുസ്തകം നന്നായിട്ട് വായിക്കും. അന്നേരം നമുക്കറിയാം ഈ സന്തോഷത്തിന്റെ വ്യത്യാസം എന്താണെന്ന്. അങ്ങനെ ആവേശത്തോടുകൂടെ ഞാൻ 2.5 മാസം കൊണ്ട് വേദപുസ്തകം മുഴുവൻ വായിച്ചു. വെറുതെ വായിക്കുകയല്ല, നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞ പോലെ അങ്ങ് തിന്നുകയായിരുന്നു. അത്രയ്ക്ക് ആവേശം. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, അങ്ങനെ ഞാൻ കർത്താവിനെ അറിയുന്നത്. ഈ 41 വർഷങ്ങളാകുന്നു, 40 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ വേദപുസ്തകത്തോടുള്ള എന്റെ ആവേശം മാറിപ്പോയിട്ടില്ല. എന്നെ വിശുദ്ധിയോടെ നിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദപുസ്തകമാണെന്നാണ് എന്റെ ചിന്ത. കാര്യം വേദപുസ്തകം നമ്മളെ വിശുദ്ധിയോടെ നിർത്താനായിട്ട് സഹായിക്കും. പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇപ്പം അവൈലബിൾ അല്ല. നെറ്റിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം എൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്: വചനവും പാപവും തമ്മിൽ, വചനവും പാപവും ഒരുമിച്ച് പോകത്തില്ല. ഒരിക്കൽ വളരെ മിടുക്കനായ ഒരു യുവാവ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ അവന്റെ അമ്മ അവന്റെ കയ്യിൽ ഒരു പുസ്തകം വെച്ചു കൊടുത്തു, ഒരു വേദപുസ്തകം. അന്നൊരു വേദപുസ്തകം എന്നൊക്കെ പറയും, ഇപ്പോഴത്തെ കാര്യമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യം. അന്നൊരു മുഴുവൻ വേദപുസ്തകം കിട്ടുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാര്യം അന്ന് അങ്ങനെ പ്രിന്റിങ് ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും ഭയങ്കര നല്ല കോസ്റ്റ്ലിയാണ് വേദപുസ്തകം. എന്നിട്ട് ആ അമ്മ മോനോട് പറഞ്ഞു, ജോൺ, either this book will keep you away from sin or sin will keep you away from this book. ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ മനസ്സിലായോ? വേദപുസ്തകമാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തും. ശരിയാ, നമ്മൾ ഒരു പാപം ചെയ്താൽ പിന്നെ വന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷേ അന്ന് നമ്മൾ ഒഴിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദപുസ്തകം വായനയായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ പുസ്തകമാണ്. ജോൺ എന്ന് പറയുന്ന ആ വ്യക്തി, ആ യുവാവ്, അവൻ ഈ വേദപുസ്തകം മുറുകെ പിടിച്ചു. ആ വേദപുസ്തകത്തിനകത്ത് ജീവിച്ചവൻ, ആ വേദപുസ്തകം അവൻ പ്രസംഗിച്ചു. അവന്റെ മുഴുവൻ പേര് ജോൺ വെസ്ലി എന്നാണ്. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ മുഴുവൻ വിശുദ്ധിയുടെ സന്ദേശം പ്രചരിപ്പിച്ച് ലോകത്തിൽ ഒരു വിപ്ലവത്തിനും വരുത്താൻ കഴിയാത്തത്ര മാറ്റം ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ജോൺ വെസ്ലി. അതിന് ജോൺ വെസ്ലിയെ സഹായിച്ചത് മറ്റൊന്നുമല്ല, ഈ ദൈവത്തിന്റെ വചനമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ വചനം കേൾക്കാനുള്ള താല്പര്യത്തോടെ വന്നിരിക്കുന്നു. വചനം കേൾക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടേതാക്കണം. ഞാൻ പറഞ്ഞല്ലോ, 2.5 മാസം കൊണ്ട് വേദപുസ്തകം വായിച്ചെന്ന് പറയുമ്പം വലിയ അത്ഭുതമൊന്നുമല്ല. 2.5 മാസം വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം വായിക്കാൻ. പക്ഷെ അങ്ങനെ വായിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, ആവേശത്തോടുകൂടി അതിനെ ഉള്ളിലാക്കിക്കൊണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ വാക്ക് തന്നെ അതാണ്. എന്താ? എന്റെ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്റെ വചനം, ഞാൻ എന്റെ വായിൽ നിന്ന് എന്റെ വചനം കേട്ട് നീ എന്ത് ചെയ്യണം? അത് അവരോട് പറയണം. വചനം കേൾക്കണമെന്ന് മാത്രമല്ല, അവിടുത്തെ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അതിനെ എന്റെ മുമ്പിൽ വിടർത്തി. അതിലകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ വായു തുറന്നു, ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. നോക്ക്, യെഹെസ്കേൽ വചനം കേട്ടു. പക്ഷെ വചനം കേൾക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യാണ്? അതങ്ങ് തിന്നുക.
ഇതാണ് നമുക്ക് ദൈവവചനത്തോടുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. നമ്മൾ ദൈവവചനം വെറുതെ വായിച്ചു തള്ളുകയോ വായിച്ചു വിടുകയല്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. നമ്മളത് കൺസീവ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ കയറുന്ന വചനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറത്ത് പ്രസംഗിക്കേണ്ടത്. പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ദയവേത് തെറ്റിദ്ധരിക്കരുത്. ഈ ചിലർക്കൊരു ചിന്തയുണ്ട്, മൈക്ക് വെച്ച് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാലേ പ്രസംഗമാകുമെന്നുള്ളത്. അല്ല, നിങ്ങൾ പ്രസ്താവിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലും പ്രസ്താവിക്കുകയാണ്, നിങ്ങളുടെ കുടുംബക്കാരോട് പ്രസ്താവിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പ്രസംഗമാണ്. ചിലപ്പോൾ സംസാരിക്കാതിരിക്കുന്നത് പോലും പ്രസംഗമാണ്. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന വിശുദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് ഒരു ദിവസം പറഞ്ഞു, വാ നമുക്ക് ഇന്ന് പുറത്ത് സുവിശേഷം അറിയിക്കാൻ പോകാം. അപ്പൊ ഈ ശിഷ്യൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാ പ്രസംഗിക്കാനൊരു അവസരം കിട്ടുന്നതെന്ന്. ശിഷ്യന്മാർക്ക് അതാണല്ലോ പ്രശ്നം. അപ്പൊ ഇന്ന് ഏതാണെങ്കിലും എനിക്ക് അതിനുള്ള ദിവസം വന്നിരിക്കുകയാണ്. കാര്യം ഗുരു എന്ത് പറഞ്ഞു? നമുക്ക് സുവിശേഷം അറിയിക്കാൻ പോകാം. അപ്പോൾ ഫ്രാൻസിസും ഈ ശിഷ്യനും കൂടെ രാവിലെ എഴുന്നേറ്റു. ഫ്രാൻസിസ് വഴിയിൽ ചെന്നു, കുറെ അനാഥ പിള്ളേരെ കണ്ടു, അവരെയൊക്കെ എടുത്തു, ഉമ്മ വെച്ചു, അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊരു കുഷ്ഠരോഗ കോളനിയിൽ പോയി, അവിടെ പോയി അവരെ ശുശ്രൂഷിച്ചു. അപ്പൊ ശിഷ്യൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാ പ്രസംഗം? പക്ഷെ ഇവിടെ ഒന്നും പ്രസംഗിക്കാനുള്ള അവസരം അവനും കിട്ടിയില്ല, ഫ്രാൻസിസ് ഓഫ് അസീസി തൊട്ട് പ്രസംഗിച്ചുമില്ല. അതിനുശേഷം വൈകുന്നേരം അവർ നടന്നു വരുന്ന സമയത്ത് ഒരു വല്യമ്മ വലിയ ഒരു ചുള്ളിക്കെട്ടും ചുമ്മിക്കൊണ്ട് വരുന്ന കണ്ടു. ഫ്രാൻസിസ് എന്നിട്ട് പറഞ്ഞു, അമ്മേ അത് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് തലയെ വെച്ചോണ്ട് ആ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. സന്ധ്യ ആയപ്പോ പറഞ്ഞു, എന്നാൽ ശിഷ്യ നമുക്ക് മടങ്ങിപ്പോകാം. എന്നെ ചോദിച്ചു, ഗുരു ഇന്ന് സുവിശേഷം അറിയിക്കാൻ പോകാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇറങ്ങിയത്, നമ്മൾ ഇതുവരെ ആരോടും പ്രസംഗിച്ചില്ലല്ലോ. ആഹാ, ഇത്രയും നേരം നീ പിന്നെ എന്തെടുക്കുകയായിരുന്നു? ഈ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? സുവിശേഷം പ്രസംഗിക്കായിരുന്നു. നമ്മൾ അവരെ സഹായിച്ചു, അവരുടെ കൂടെ നിന്നു, അവരോട് സംസാരിച്ചു. ഇല്ലേ? നമ്മൾ സംസാരിച്ചില്ലേ? സംസാരിച്ചു, പക്ഷെ പ്രസംഗിച്ചില്ലല്ലോ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം എന്ന് പറയുന്നത്, അന്ന് മൈക്കില്ലെങ്കിലും സ്റ്റേജിൽ നിന്ന് കൈയൊക്കെ പൊക്കി പ്രസംഗിക്കുന്നതാണ് അവന് പ്രസംഗം എന്ന് പറയുന്നത്, അല്ലാത്ത പ്രസംഗമല്ലെന്ന്. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം, പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാമെന്ന്. എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം, അത്യാവശ്യം ഉണ്ടെങ്കിൽ വാക്കുകളും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? വാക്കുകളില്ലാതെയും പ്രസംഗിക്കാം എന്ന് വെച്ചുകൊണ്ട് പ്രസംഗിക്കരുത്, വാക്കുകൾ ഉപയോഗിക്കരുതെന്നല്ല. നമ്മുടെ ലൈഫ് ഒരു പ്രസംഗമായെങ്കിലേ നമ്മുടെ വാക്കുകൾക്ക് പ്രയോജനമുള്ളൂ, അല്ലേ പ്രയോജനമില്ല. ഒരാൾ ഘോരഘോരം പ്രസംഗിച്ചു, വളരെ മോശപ്പെട്ട ആളാണ്, ഇന്നത്തെ പല പ്രസംഗകരെയും പോലെ. അയാളുടെ പ്രസംഗമൊക്കെ ഭയങ്കര പ്രസംഗമാണ്. കേട്ടു നിന്നൊരാൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പ്രസംഗിക്കുന്നതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, കാര്യം നിങ്ങളുടെ ജീവിതം അതിനേക്കാൾ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ വാ കൊണ്ട് പ്രസംഗിക്കുന്നതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ പ്രവൃത്തികൾ അതിനേക്കാളും ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും ഒച്ചത്തിൽ സംസാരിക്കുന്നത്, നമ്മുടെ വാക്കുകളെക്കാൾ ഒച്ചത്തിൽ. അതുകൊണ്ട് പ്രസംഗിക്കരുതെന്നല്ല, പ്രസംഗം അത്യാവശ്യമാണ്. പക്ഷേ ജീവിതം പ്രസംഗമാക്കാത്തവർക്ക് വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുന്നതിനകത്ത് അർത്ഥമില്ല, അതിനുള്ള അവകാശമില്ല. ജീവിതമില്ലാത്ത പ്രസംഗമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ കൃഷിസ്ഥലത്തുമെല്ലാം നിങ്ങളുടെ ജീവിതം ഉയർന്നു നിൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകത്തുള്ളൂ. ആ ജീവിതത്തെക്കുറിച്ച് വേണം നമ്മൾ പ്രസംഗിക്കാൻ. സഭകളിൽ കേൾക്കേണ്ടത് ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. യേശു കർത്താവിന്റെ ജീവിതകാലത്ത് അവന്റെ പ്രസംഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ
കടുത്തുകെട്ടിയ ഉപദേശങ്ങളുടെ വലിയ പ്രസംഗങ്ങളോ ശാസ്ത്രമോ, ഇപ്പൊ എല്ലാം പ്രസംഗമൊക്കെ ശാസ്ത്രവും, ആകാശത്തെന്തോ നടക്കുന്നു, ഭൂമിയിൽ എന്തോ നടക്കുന്നു, മുദ്ര എതിരെ കൂടെ വരുന്നു, എവിടൊക്കെ 666 ഇതല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. ഞാൻ ഇതിനെതിരൊന്നും പറയുമൊന്നുമല്ല, പക്ഷേ ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാനില്ല. ശാസ്ത്രം എത്ര വളർന്നു, ശാസ്ത്രം എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടാന്? നമുക്ക് ആവശ്യമായിരിക്കുന്നത് ലൈഫ് ട്രാൻസ്ഫോമിംഗ് മെസ്സേജസ് ആണ്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പഴയ കാലത്തെ ഞാൻ ഈ ഒത്തിരി അപ്പച്ചന്മാരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. അവരൊന്നും ഈ പറയുന്ന വലിയ അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഡിഗ്രികളൊന്നും ഉണ്ടായിരുന്നവരൊന്നും അല്ല, വലിയ സെമിനാരി പഠനമൊന്നും കഴിഞ്ഞ് വന്നവരല്ല. പക്ഷെ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഒരു പക്ഷേ ശാസ്ത്രത്തെക്കുറിച്ചും മറ്റേതിനെ കുറിച്ചും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നിരിക്കില്ല. അവരൊക്കെ പ്രസംഗിച്ചത് മുഴുവൻ ജീവിതത്തിൽ കർത്താവിനെ എങ്ങനെ മഹിമപ്പെടുത്തണമെന്നും, എങ്ങനെ നീതിയോടെയും വിശുദ്ധിയോടെയും ജീവിക്കണമെന്നും, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും, നിത്യതയെക്കുറിച്ചും ഒക്കെ ആയിരുന്നു പ്രസംഗം. ഇന്ന് നിത്യതയെക്കുറിച്ച് അവിടെ പ്രസംഗം കേൾക്കുന്നത്. ഇന്നത്തെ വലിയ പ്രോബ്ലം ഇതാണ്, നമ്മൾ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ജീവിത രൂപാന്തരീകരണത്തെക്കുറിച്ച്. പാസ്റ്റർ കെ അബ്രഹാമിന്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി കാത്തിരുന്ന ചില ആളുകളുടെ അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അന്ന് ഒരാള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കന്നുകിടാവിനെ എപ്പോഴും കാണുക, ഒരു എരുമയുടെ കുട്ടി. കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഇതെന്താ ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാ 25 കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിന്റെ വയലിൽ ആരുടെയോ ഒരു കന്നുകിടാവ് വന്ന് വയലിനകത്തുനിന്ന് വയലിലെ നെല്ല് അല്ലെങ്കിൽ അവിടുത്തെ കൃഷി തിന്നു. ഇയാൾ ചെന്ന് ഒരു കല്ലെടുത്ത് ഒറ്റ അതിന്റെ മണ്ടക്കോട്ട് ഇട്ടു, അതങ്ങ് ചത്തുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും അറിഞ്ഞില്ല. അവിടെ ഒരു കുഴി കുഴിച്ച് ഇദ്ദേഹം ഇതങ്ങ് മൂടി, വയലിൽ തന്നെ മൂടിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇദ്ദേഹം ഇങ്ങ് പോന്നു. ആരും കണ്ടില്ല. അവരവിടെ ഇവിടെയൊക്കെ കന്നിന്റെ കിടാവ് എന്ത് ചെയ്യാന്ന് പറഞ്ഞെല്ലാം അന്വേഷിച്ചൊക്കെ അയൽവക്കക്കാർ നടക്കുകയൊക്കെ ചെയ്തു. ചിലപ്പോൾ ഇങ്ങേരുടെ കൂടി അന്വേഷിച്ച് കാണും. ഒടുവിൽ എന്ത് ചെയ്തു? ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് ഈ വലിയ പോലീസ് നായും ഒന്നും വന്ന് തിരക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും അങ്ങ് മറന്നു. പക്ഷെ 25 വർഷത്തിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം കാണുന്നത് മുഴുവൻ 25 കൊല്ലം മുമ്പ്. അത് അദ്ദേഹം മറന്നേ പോയി, 25 കൊല്ലമായിട്ട് ഓർത്തതല്ല. പക്ഷെ ആ മറന്നു കിടന്ന ആ പാപം അദ്ദേഹം ഓർത്തു. ആ ഇരിക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം അയൽക്കാരന്റെ വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കന്നുകിടാവിനെ അന്ന് ഞാൻ ആ കൊന്നു കുഴിച്ചു മൂടിയത്, എന്നോട് ക്ഷമിക്കണം, അതിന് പകരം തരാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചു. ഇന്നെവിടെയാ ക്രമീകരണം? പ്രവാചകന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തും. പാസ്പോർട്ട് നമ്പരും ഒക്കെ പറയുന്നതിന് പകരം ഇന്ന പാസ്പോർട്ട് നമ്പറില്ല, 317 486 എന്ന പാസ്പോർട്ട് നമ്പർ ഒരാൾ ഇവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കട്ടെന്ന്, അതിന് നമുക്ക് എന്നാ വേണം? എന്റെ പാസ്പോർട്ട് നമ്പർ എനിക്ക് തന്നെ ഓർമ്മയില്ല, പിന്നെ അങ്ങേർക്ക് ഓർമ്മ. പാസ്പോർട്ട് നമ്പർ അറിയാൻ വയ്യെങ്കിൽ പാസ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ പോരായോ? അതിന് പ്രവാചകൻ വരേണ്ട കാര്യമല്ലോ ഉണ്ടോ? പ്രവാചകൻ വരേണ്ടത് നമുക്ക് വെളിപ്പെടാതെ ഇരിക്കുന്ന എന്തെങ്കിലും പാപങ്ങളെ ഓർമ്മിപ്പിക്കാൻ, അല്ലാതെ എന്റെ പാസ്പോർട്ട് നമ്പർ പറയാനോ വല്ലതാണോ ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നത്? എന്റെ പാസ്പോർട്ട് നമ്പർ എനിക്ക് അറിഞ്ഞിട്ട് എന്താ എടുക്കാനാണ്? അത് നോക്കിയാൽ പോലെ, മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ ആർക്കും ഗുണമോ ദോഷമോ ഇല്ലാത്ത ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് പ്രവാചകന്മാരെന്ന് പറഞ്ഞ് വിലസി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിനല്ല ദൈവം പ്രവാചകനെ ആക്കിയിരിക്കുന്നത്. ദൈവം പ്രവാചകനെ ആക്കിയിരിക്കുന്നത് ക്രമീകരണം നൽകാനാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാത്തതായി നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ വെളിപ്പെടുത്തുവാൻ ആ പ്രവാചകനെ വിട്ടിരിക്കുന്നത്. അതും ജനറൽ പ്രവചനങ്ങളൊന്നുമല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ
തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നേ